കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവജനത്തിന് മുമ്പാകെയായിരിക്കാൻ കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാനാണല്ലോ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകമായതുകൊണ്ടും ഒരു പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ധാരാളം ആമുഖങ്ങൾ, അല്ലെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. അത് എഴുതപ്പെട്ട സന്ദർഭം, സുവിശേഷങ്ങൾ, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി, അത് എഴുതിയ ആളുകൾ, അല്ലെങ്കിൽ ആർക്കു വേണ്ടി എഴുതിയ കാലഘട്ടം, എഴുതുവാൻ ഉപയോഗിച്ച രേഖകൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ധാരാളം കാര്യങ്ങൾ വേദപണ്ഡിതന്മാർ ചരിത്ര പശ്ചാത്തലമായി അല്ലെങ്കിൽ തിരുവചനത്തെക്കുറിച്ച് ഈ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് നൽകുന്നുണ്ട്. ആ പഠനമൊക്കെ വളരെ നമുക്ക് ആ പുസ്തകത്തിൻ്റെ ആധികാരികത ഗ്രഹിക്കുന്നതിനും അതിലെ ഉള്ളടക്കത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും നമുക്ക് സഹായകരമാണ്. അങ്ങനെയുള്ള തിരുവചന പഠനത്തിന് സഹായകരമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തിരുവചന പഠനത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇന്ന് രാത്രിയിലും അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങളൂടെ, ഞാൻ പറഞ്ഞല്ലോ സംക്ഷിപ്തമായിട്ടാണ് ഈ വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്, ചില കാര്യങ്ങളൂടെ ഓർപ്പിച്ച് നമുക്ക് ആ പുസ്തകത്തിലേക്ക് കടന്നു വരാം എന്ന് ഓർപ്പിക്കുകയാണ്. ഈ 2 പുസ്തകങ്ങൾക്കുമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആമുഖം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അത് ഈ 2 പുസ്തകങ്ങൾക്കുമായി നൽകിയിരിക്കുന്ന ഒരു ആമുഖമായിട്ടാണ്, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ 2 വോളിയമുള്ള ഈ ബുക്കിൻ്റെ ഒരു ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1 മുതൽ 4 വരെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് മാത്രമല്ല, അന്നത്തെ എഴുത്തുകളുടെ ഒരു രീതിയും ഇങ്ങനെയാണ്. 2 വോളിയമുള്ള ഒരു ബുക്ക് എഴുതുമ്പോൾ അതിന് കോമൺ ആയിട്ടൊരു പ്രിഫേസ് എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അങ്ങനെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഈ ആമുഖം അപ്പോസ്തല പ്രവൃത്തിക്കുമുള്ള ഒരു ആമുഖമാണ്. തെയോഫിലോസ് ആരാണ്? തെയോഫിലോസിനെ കുറിച്ചുള്ള 3-4 പ്രധാനപ്പെട്ട ചിന്തകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം നമുക്ക് നൽകപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ്, അല്ലെങ്കിൽ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് എന്നുള്ളതിന് നമുക്ക് സംശയമില്ല. ഇവിടെ ഈ പറയപ്പെട്ട ആ വേദഭാഗത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷവും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം അപ്പോസ്തലന്മാരിൽ കൂടെ തുടർന്നുകൊണ്ടിരുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നമുക്കറിയാം. അത് അപ്പോസ്തലന്മാർ സ്വയമേ ചെയ്തതല്ല. യേശുക്രിസ്തു ഒരിക്കൽ നിവർത്തിച്ചത്, അത് സുവിശേഷങ്ങളിൽ കൂടെ ലൂക്കോസ് നമുക്ക് നൽകി തരുന്നു. എന്താണ് യേശു കാൽവറിയിൽ നിവർത്തിച്ചതെന്ന് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ നിവർത്തിച്ച കാര്യം ശിഷ്യന്മാർ തുടരുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ തന്നെ ശിഷ്യന്മാർ തുടർന്നുകൊണ്ടു പോകുന്ന കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 2 കാര്യങ്ങളൂടെ ലൂക്കോസ് എഴുതുമ്പോൾ 4 അല്ലെങ്കിൽ 5 പ്രധാന കാര്യങ്ങൾ ആ 4 വാക്യത്തിനകത്തുണ്ട്. 5 പ്രധാന കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് പൗലോസ് അല്ലെങ്കിൽ ലൂക്കോസ് ഈ കാര്യങ്ങൾ എഴുതുന്നത്.
ഒന്നാമതായിട്ട് നമ്മളതിൽ കണ്ടത്, നിങ്ങൾ ആ വാക്യശ്രദ്ധയോടെ വായിച്ചാൽ 5 പ്രധാന കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 5 പ്രോസസ്സിൽ കൂടെയാണ് ലൂക്കോസ് ഈ സുവിശേഷവും ചരിത്രവും രേഖപ്പെടുത്തുന്നതെന്ന് അവിടെ നിന്ന് വ്യക്തമാണ്. ശ്രീമാനായ തെയോഫിലോസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം. അപ്പോൾ അവിടെ ചരിത്രം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കാല സംഭവമാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, യേശുക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് സുവിശേഷത്തിൽ താൻ രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ചരിത്രമായിട്ട് അല്ലെങ്കിൽ നിവർത്തിക്കപ്പെട്ട കാര്യങ്ങൾ ചരിത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വാക്യത്തിനകത്ത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫുൾഫിൽഡ് എമംഗ് അസ് എന്നാണ്. നമ്മിൽ നിവൃത്തിയായ കാര്യങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും ഒരു ചരിത്ര സംഭവമല്ല. അത് പഴയ നിയമത്തിൽ പറയപ്പെട്ട പല പ്രവചനങ്ങളുടെയും നിവൃത്തിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും മരണവും ഉയർപ്പുമെല്ലാം തന്നെ മുൻകൂട്ടി പ്രവാചകന്മാർ അറിയിച്ചിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പ്രവചന ഭാഗങ്ങളുടെയൊക്കെ നിവൃത്തിയായിട്ടാണ് ഈ ചരിത്രം സംഭവിച്ചിരിക്കുന്നതെന്ന് ലൂക്കോസ് സമർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരു ചരിത്രം രേഖപ്പെടുത്തുവാൻ താൻ തുനിയുകയാണ്. രണ്ടാമതായി നമ്മളവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ആ ചരിത്രം എങ്ങനെയാണ് ലൂക്കോസിന് ലഭിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായിട്ട് പറയുന്നു ഐ വിറ്റ്നസ്, കണ്ട സാക്ഷികളാണ്. ഇതെല്ലാം നേരിൽ കണ്ട സാക്ഷികൾ നമ്മളെ ഇത് പരമേൽപ്പിച്ചതാണ്. അപ്പോൾ വെറും ഒരു ചരിത്രം അങ്ങ് എഴുതിയതല്ല, മറിച്ച് ആദ്യം മുതൽ കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്നവർ അവരാരാണ്? അപ്പോസ്തലന്മാരാണ്. അവർ നേരിട്ട് കണ്ട സാക്ഷികളാണ്, ഐ വിറ്റ്നസസ് ആണ്. അവർ നമുക്ക് നൽകിയതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് തനിക്കിത് ലഭിച്ചു എന്ന് ലൂക്കോസ് ഇവിടെ സമർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ അവർ കണ്ട കാര്യങ്ങളാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. ഇനിയും നമുക്കറിയാം, നമ്മളൊരു കാര്യം പലരിൽ നിന്ന് സ്വീകരിച്ചൊരു കാര്യം എഴുതുമ്പോൾ ഒരു കാര്യം തന്നെ പലർ കാണുമ്പോൾ പല വ്യൂ പോയിന്റിൽ പല വീക്ഷണഗതിയോടുകൂടെ കാണുന്നവരുണ്ടാകാം. നമ്മളൊരു ഉദാഹരണം എടുത്താൽ, അപ്പോൾ 4 പേരൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രം എഴുതുന്ന ആൾ അല്ലെങ്കിൽ ഒരു കാര്യം രേഖപ്പെടുത്തുന്ന ആൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണയായി നല്ല ചരിത്രകാരന്മാർ ചെയ്യുന്നൊരു കാര്യം ഇവിടെ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കിയാൽ നമ്മളോട് പറയുന്നുണ്ട്, അങ്ങനെ ഐ വിറ്റ്നസസ് എല്ലാം തന്ന കാര്യങ്ങൾ അതേപടി ഞാൻ അങ്ങ് എഴുതിയതല്ല. അവിടെ പറയുന്നു അത് വളരെ സൂക്ഷ്മമായി, 4-ാം വാക്യത്തിൻ്റെ ഒടുവിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് എന്ന് പറഞ്ഞാൽ വളരെ റിസർച്ച് ചെയ്ത് എനിക്ക് ലഭിച്ച ഈ സോഴ്സുകളെല്ലാം, അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരണങ്ങൾ പലരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ എന്ത് ചെയ്തു? സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് അത് ക്രമമായി എഴുതുവാൻ. 4-ാമത്തെ കാര്യം, അത് ക്രമമായി എഴുതണമെന്ന് എനിക്ക് തോന്നി. നോക്കിയാൽ എൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ക്രമമായി എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ താൻ പറയുന്നുണ്ട്, പലരും ഒരു ചരിത്രം എഴുതുവാൻ തുനിഞ്ഞെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, നമ്മളവിടെ വായിച്ചത്, നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട്. അപ്പോൾ ഒരുപക്ഷെ മർക്കോസിനെ കുറിച്ചാകാം. മർക്കോസ് ഒരു സുവിശേഷം എഴുതിയത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തനിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ തന്നോടൊപ്പമോ ഒക്കെ എഴുതിയ സുവിശേഷങ്ങളെക്കുറിച്ചുള്ളൊരു സൂചന അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ക്രമമായി ഒരു ചരിത്രം എഴുതണം എന്ന്, ഓർഡർലി ആയിട്ട് അത് എഴുതണം എന്ന് തനിക്ക് തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഇതെല്ലാം എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഇത് എഴുതുവാനുള്ള ഉദ്ദേശമെന്ന് നമുക്കതിന് 3-ാം വാക്യത്തിലാണ്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. നോക്കുക, അപ്പോൾ അവിടെ പറയുന്നു, നിനക്ക് ഉപദേശം ലഭിച്ച, ഞാൻ പറഞ്ഞു തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ വ്യക്തിക്കായിരിക്കാം എഴുതുന്നത്, അല്ലെങ്കിൽ തെയോഫിലോസ് എന്നുള്ള കോമൺ നെയിം ആയിരിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ മുഴുവൻ സംബോധന ചെയ്തായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തെയോഫിലോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്ന ഭാഗമാണ്, വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ തൻ്റെ
ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ ചരിത്രം എഴുതുന്നവർക്ക് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തുണ്ടാകണം? ഒരു നിശ്ചയമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എഴുതി കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞ് മറന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ അതിൽ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നിശ്ചയമുണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ലൂക്കോസ് ഈ സുവിശേഷവും സഭാചരിത്രവും ഒക്കെ എഴുതുമ്പോൾ 5 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, 1, നിവർത്തിക്കപ്പെട്ട ഒരു ചരിത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നു യേശുക്രിസ്തുവിലൂടെ എന്താണ് നിവർത്തിക്കപ്പെട്ടത് എന്നാണ് ലൂക്കോസ് സാക്ഷിക്കുന്നത്. 2, അത് കണ്ട ആളുകൾ, ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികളായവർ, നമുക്ക് നൽകപ്പെട്ടത്, അവരിൽ നിന്ന് എനിക്കത് ലഭിച്ചു എന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. 3, അത് ലഭിക്കുക മാത്രമല്ല, ഞാനത് എന്ത് ചെയ്തു? സൂക്ഷ്മമായി പരിശോധിച്ചു. 5, ഞാനത് ക്രമമായി എഴുതി. ഇങ്ങനെ 5 വിധ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതുന്നത്. അത് വളരെ ഒരു ചരിത്രകാരൻ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ലൂക്കോസിന്റെ ചരിത്രകാരൻ എന്നുള്ള പദവിയെ ചോദ്യം ചെയ്യുന്ന വേദപണ്ഡിതരുണ്ട്. അപ്പോൾ ഈ വക ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നേരെ തിരിച്ചും വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ചരിത്രകാരനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട അതേ ഗുണങ്ങളാണ്. ആ നിലയിൽ തികഞ്ഞ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ലൂക്കോസ് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും ലൂക്കോസിന്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. കൊലോസ്യ ലേഖനം 4:14 വൈദ്യനായ ലൂക്കോസ് എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു പ്രൊഫഷണലി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ പകുതി അധ്യായം കഴിയുമ്പോൾ പൗലോസിനോടുകൂടെ ലൂക്കോസും സഹയാത്രികനാണ്. തൻ്റെ ആരംഭ മിഷണറി യാത്ര മുതൽ അല്ലെങ്കിൽ പല മിഷണറി യാത്രകളിൽ ഉടനീളം ലൂക്കോസ് തന്നെ അനുഗമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രത്യേക ശ്രദ്ധേയമായൊരു കാര്യം, യെരുശലേമിൽ ചെല്ലുമ്പോൾ ലൂക്കോസും പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 17-ാം വാക്യം. സഹോദരന്മാർ ഞങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിരുന്നു, എങ്ങനെയാണ് ഈ ലൂക്കോസിന്റെ പേര് ഈ 2 ബുക്കിലും ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇല്ല, അപ്പോസ്തല പ്രവൃത്തിയിലും ലൂക്കോസിന്റെ പേരില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ലൂക്കോസ് എഴുതിയതാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ഇന്റേണൽ എവിഡൻസ് ബൈബിളിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നൊരു തെളിവ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. ഞങ്ങൾ എന്നുള്ള പദമാണ്. നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററിൽ ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഞാനും അതിനകത്ത് ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ പറയുകയാണ്, സഹോദരന്മാർ ഞങ്ങളെ. അപ്പോൾ അതിനകത്ത് ആരുണ്ട്? എഴുത്തുകാരനായ ലൂക്കോസ് ഉണ്ട്. അപ്പോൾ യെരുശലേമിൽ ലൂക്കോസ് എത്തി എന്നുള്ളതിന് ഒരു തെളിവാണത്. ഇനിയും വേദപണ്ഡിതന്മാർ പറയുന്ന അന്ന് യെരുശലേമിൽ വന്നതിന് ശേഷം ഏകദേശം 2 സംവത്സരം യെരുശലേമിൽ ആരുണ്ടായിരുന്നു? ലൂക്കോസ് ഉണ്ടായിരുന്നു. നോക്കി, അതിന്റെ 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോഴാണ് അവർ പിന്നീട് അവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് പറയുന്നത്. 27-ന്റെ 1 വായിച്ചേ. ഞങ്ങൾ കപ്പൽ കയറി. അപ്പോൾ ഇതിനിടയിൽ 21-ാം അധ്യായം മുതൽ 27-ാം അധ്യായം വരെ പൗലോസിനെ അറസ്റ്റ് ചെയ്യുന്നതും പൗലോസ് തന്റെ കേസ് ഡിഫെൻഡ് ചെയ്യുന്നതും ഒക്കെയായ പല സംഭവങ്ങളാണ്. പൗലോസിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കൈസരിയയിൽ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ലൂക്കോസിനെ അറസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നില്ല. അപ്പോൾ പൗലോസിനോടൊപ്പം ലൂക്കോസ് അവിടെ ഉണ്ട്. അതിന്റെ 24-ാം വാക്യം വായിക്കും. 24-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം കൂടെ വായിച്ചു. 24-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒരു വർഷക്കണക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 2 സംവത്സരം ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. 24-27 2 ആണ്ട് കഴിഞ്ഞിട്ട് പിന്നെയും വിട്ടുവെച്ച് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവത്സരത്തിന് 2 സംവത്സരത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. കുറെ കാലഘട്ടം ലൂക്കോസ്, നമ്മുടെ ചിന്താവിഷയം ഇവിടെയാണ്, യെരുശലേമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യെരുശലേമിലെ സഭയെക്കുറിച്ചും അപ്പോസ്തലന്മാരെക്കുറിച്ചും സ്ഥലവിവരണങ്ങൾ വേദപണ്ഡിതന്മാർ പറയുന്ന നസ്രയത്തിനെ കുറിച്ച്, അവർ കൂടി വന്നിരുന്ന ഇടത്തെക്കുറിച്ച്, യെരുശലേമിലെ തെരുവുകളെക്കുറിച്ചൊക്കെ ഇത്ര കൃത്യമായിട്ട് ലൂക്കോസിന് പറയാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രദേശത്തെക്കുറിച്ചുള്ളൊരു നല്ല അറിവ് തനിക്ക് നേരിട്ട് ലഭിച്ചിരുന്നു എന്നാണ്
വേദപണ്ഡിതന്മാർ പറയും. ഞാനിത് മനസ്സിലാക്കി നമ്മളിത് പഠിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലൂക്കോസ് ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിലും ആ സ്ഥലത്തെക്കുറിച്ച് നല്ല പരിചയമുള്ള ആളെന്നുള്ള നിലയിലും യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുമായുള്ള തൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ദൈവമക്കളുമായിട്ടുള്ള തൻ്റെ പരിചയത്തിൽ നിന്നൊക്കെ പല കാര്യങ്ങളും തനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ തികഞ്ഞ ഒരു ചരിത്രമാണ് താൻ എഴുതിയത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. എന്നാൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് അത് കേവലം ഒരു ചരിത്രം മാത്രമല്ല. മറ്റേ ചരിത്ര പുസ്തകം പോലെ ഒരു ചരിത്ര പുസ്തകമായി മാത്രം അപ്പോസ്തലപ്രവൃത്തിയെ കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ലേഖനം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുമ്പോൾ പ്രത്യേകമായ ഒരു ഉദ്ദേശം തനിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനതൊന്ന് ഓർപ്പിച്ചു വിട്ടിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അന്നത്തെ റോമൻ ഭരണാധികാരികൾ ദൈവമക്കളെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെതിരായി ദൈവമക്കൾ അതൊക്കെ ജനത്തെക്കുറിച്ച് പല നിലയിലുള്ള അപവാദങ്ങൾ പറഞ്ഞാണ് അവരെ റോമൻ ഗവൺമെന്റ് ഉപദ്രവിച്ചിരുന്നത്. കുടുംബ ഛിദ്രമുണ്ടാക്കുന്നവർ നരഭോജികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ദുർമാർഗികളാണെന്നൊക്കെ ഉള്ള നിലയിൽ അവരെ വ്യത്യസ്തമായ നിലകളിൽ അപവാദങ്ങൾ പറഞ്ഞാണ് അവരെ ഉപദ്രവിച്ചിരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ? ആരാണ് അവരിങ്ങനെ രാജ്യത്തിന് ദ്രോഹികളാണോ? അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണോ? ആരാണ് എന്ന് ശരിക്കും തെയോഫിലോസ് എന്ന് പറയുന്ന ആൾ, നമ്മൾ അന്ന് തെയോഫിലോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ റോമൻ ഒഫീഷ്യലിൽ ഒരാളാകാം, പൗലോസിന്റെ വിസ്താരത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള വിസ്താരത്തിൽ ഉൾപ്പെട്ട ഒരു റോമൻ ഒഫീഷ്യൽ ആകാമെന്നുള്ള ഒരു ചിന്തയും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് എഴുതുമ്പോൾ ക്രിസ്ത്യാനികൾ ആരാണെന്ന് ശരിക്കും അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു ഈ വിശ്വാസ സംരക്ഷകൻ എന്നുള്ള ഒരു റോളും കൂടെ ഈ ലൂക്കോസ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇവിടെ നമുക്ക് വരുന്നുണ്ട്. കേവലം ഒരു ചരിത്രം എഴുതുക എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ശരിക്കും ദൈവമക്കൾ ആരാണെന്ന് അധികാരികളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനും കൂടെ ആയിരുന്നു ക്രമമായൊരു ചരിത്രം താൻ എഴുതിയതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷങ്ങളിലായിരുന്നാലും അപ്പോസ്തല പ്രവൃത്തികളിലായിരുന്നാലും നമുക്ക് കാണുവാൻ കഴിയും റോമൻ ഒഫീഷ്യൽസ് പലയിടങ്ങളിലും റോമൻ അധികാരികളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അവർ ക്രിസ്ത്യാനിത്വത്തോട് പലപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തോടെ പെരുമാറുന്ന പലരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. കൊർന്നല്യോസിനെ കുറിച്ച്, ശതാധിപന്മാരെ കുറിച്ച് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ കൊർന്നല്യോസിനെ കുറിച്ച്, സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന റോമൻ ഒഫീഷ്യലിനെ കുറിച്ച് അവരെല്ലാം അനുകൂലമായ നിലപാടുകൾ എടുത്തവരാണ്. അതുപോലെ തന്നെ റോമൻ അതോറിറ്റീസ്, റോമൻ അധികാരികൾ യേശുവിനെ വിസ്തരിക്കുന്ന സമയം തൊട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിലാത്തോസിനെ കുറിച്ച് ലൂക്കോസ് എഴുതുമ്പോൾ 23-ാം അധ്യായം അതിന്റെ 3 വാക്യങ്ങളിൽ, 4-ാം വാക്യത്തിലും അതിന്റെ 14-ാം വാക്യം, 22, ഈ 3 വാക്യങ്ങളിലും ഞാനവരിലൊരു കുറ്റവും കാണുന്നില്ല, യേശുവിനെ അതേ കുറ്റവിമുക്തനാക്കിയതായിട്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം റോമൻ അധികാരികൾ പലരും അനുകൂലമായി തന്നെയാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉപദ്രവം വരുത്തുന്നതല്ല, ഉപകാരം ചെയ്യുന്നതാണ് എന്ന് സ്ഥാപിക്കുവാൻ അതേ ലൂക്കോസ് വളരെ അതിന് ശ്രമിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി പൗലോസിന്റെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ വിസ്താരം അല്ലെങ്കിൽ പൗലോസിനെ പിടിക്കുന്ന സന്ദർഭങ്ങളിലും കൂടുതൽ പ്രതികൂലമുണ്ടാകുന്നത് യഹൂദന്മാരിൽ നിന്നാണ്. എന്നാൽ ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിലെ, കൊരിന്തിലെ, എഫെസോസിലെല്ലാം നമ്മൾ കാണുന്നത് അവിടെയൊക്കെ റോമൻ അധികാരികൾ കൂടുതലും സുവിശേഷത്തോട് താല്പര്യപൂർവ്വം തന്നെയാണ് നിലകൊള്ളുന്നതെന്ന് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാം ഫെലിക്സ്, ഫെസ്റ്റസ്, അഗ്രിപ്പ ഇവരുടെ എല്ലാം വാദങ്ങളിൽ, ഇവരുടെ എല്ലാം മുൻപിൽ അതേ ദൈവത്തിൻ്റെ ദാസന്മാരെ, സുവിശേഷത്തെ എല്ലാം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അവർ അവരെ കുറ്റവിമുക്തരാക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ എല്ലാം അർത്ഥം റോമൻ അധികാരികളുടെ മുമ്പിൽ ലൂക്കോസ് വളരെ ഫലകരമായൊരു ശ്രമം നടത്തുകയാണ്. സുവിശേഷം ഒരിക്കലും ദേശത്തിനെതിരല്ല, അവർ ദേശസ്നേഹികൾ തന്നെയാണ്, അവരൊരിക്കലും ശത്രുക്കളല്ല എന്ന് വരുത്തുവാൻ ലൂക്കോസ് വളരെയധികം ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും അത് റോമൻ അധികാരികളുടെ മുമ്പിൽ മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ സഭയിലും ആദിമസഭ വളർന്ന് മുമ്പോട്ട് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം സഭയിലുണ്ടായ
അവരുടെ ഇടയിലുണ്ടായ വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് അവർ കൂടിയ ഒരു കൗൺസിലാണ് നമ്മൾ പഠിക്കുന്ന 15-ാം അധ്യായം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലൂക്കോസ് അതിനെയൊക്കെ വളരെ ഭംഗിയായി എഴുതിയിരിക്കുമ്പോൾ അവിടെയെല്ലാം സമാധാനപൂർണമായി അതിനെ കൈകാര്യം ചെയ്യുന്ന അനുഭവമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുണ്ട്, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്. അവരൊരുമിച്ച് പോകുമ്പോൾ സ്വാഭാവികമായി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെയെല്ലാം പരിഹരിച്ച് ഒരുമനപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടമായിട്ട് ദൈവസഭയെ വളരെ ഭംഗിയായിട്ടാണ് ലൂക്കോസ് തൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതൊരു കാര്യം കൂടെ ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ചരിത്രകാരൻ എന്നുള്ള നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ചരിത്രമാണ് താൻ രേഖപ്പെടുത്തിയത്. 2, റോമൻ അധികാരികളുടെ മുമ്പിൽ വളരെ പരിജ്ഞാനത്തോടുകൂടെ ക്രിസ്ത്യാനിത്വം എന്താണെന്ന് വിവരിക്കുന്ന അനവധി പാസേജസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്, ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം, യേശു ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് വന്ന രക്ഷയെക്കുറിച്ച് വളരെ ഭംഗിയായി ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് 2 ചരിത്ര സംഭവവും, ചരിത്രത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു, ക്രിസ്ത്യാനിത്വം എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ചു, ഇതൊക്കെ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട വിവരണങ്ങളാണ് എന്നത് ശരി തന്നെയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി സാക്ഷാൽ യേശു ക്രിസ്തുവിലൂടെ രക്ഷ, അത് രക്ഷ സാർവത്രികമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം സാർവത്രികമാണെന്ന് വളരെ കൃത്യതയോടുകൂടെ അവതരിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷമെന്ന് നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ കേവലം ഒരു ചരിത്രകാരൻ മാത്രമല്ലായിരുന്നു ലൂക്കോസ്, മറിച്ച് അത് ഒരു തിയോളജിനും കൂടെയാണ്. ദൈവശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് രക്ഷാശാസ്ത്രമെന്ന് വളരെ വ്യക്തം. ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ അതിൻ്റെ 2-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയുന്ന വാക്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും മായാത്തതുപോലെ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ സത്യമാണ് ലൂക്കോസ് വിവരിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. 29 മുതൽ ഒന്ന് വായിക്കാം. 2:29 മുതൽ. സമാധാനത്തോടെ വിട്ടയക്കുവിൻ. നോക്കുക, സാൾവേഷനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച് ലൂക്കോസ് ഘോഷിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. വായിച്ചാട്ടെ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. ഒന്നാമതായിട്ട് സാൽവേഷനെ കുറിച്ച്. അപ്പം ലൂക്കോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഒരു നല്ല ഉദാഹരണം രക്ഷാശാസ്ത്രമാണ്. മാനവജാതിക്ക് എങ്ങനെയാണ് രക്ഷ ലഭ്യമാകുന്നതെന്ന് ഇവിടെ ലൂക്കോസ് എടുത്തു പറയുകയാണ്. അത് കേവലം ഒരു മനുഷ്യന്റെ പരിശ്രമമല്ല, മാനുഷികമായ എന്തെങ്കിലും കാര്യങ്ങളല്ല മനുഷ്യന്റെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, നീ ഒരുക്കിയിരിക്കുന്ന. ഇല്ലേ, ഒന്നുകൂടെ വായിച്ച വാക്യം 29, 30-ാം വാക്യം വായിച്ചേ. സകല ജാതികളുടെയും മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ രക്ഷ ദൈവം ഒരുക്കിയ ഒന്നാണ്. അത് രക്ഷാശാസ്ത്രത്തിലെ ഏറ്റവും കാതലായ ഒരു സത്യമാണില്ലേ, മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. സുവിശേഷം എന്ന് പറയുന്നത്, രക്ഷയെന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതാണ്. പിന്നെ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. അപ്പൊ ദൈവം ഒരുക്കി എന്നുള്ളതാണ് ആ രക്ഷാശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ കാതലായ വിഷയം. ഭൂമിയിലുള്ള മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി പല വഴികളും സ്വന്തമായി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സ്വന്തം വഴികളെ ഉപദേശിക്കുകയും ചെയ്യുന്നവരുടെ നടുവിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണ്? അത് ദൈവം നമുക്കൊരുക്കിയ രക്ഷയാണ്. അതാണ് ഒന്നാമതായിട്ട് ലൂക്കോസ് രക്ഷാശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത്. 2, അത് സകല ജാതികൾക്കുമുള്ളതാണ്. ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഉള്ളതാണ് ഈ രക്ഷ. മൂന്നാമതൊരു കാര്യം കൂടെ നമുക്കതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം നോക്കിക്കുക. 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. മതി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന പദം അത് ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ രക്ഷിതാവാണ്. ക്രിസ്തു ആരാണ്? അവൻ രക്ഷാനായകനാണ്, അവൻ രക്ഷിതാവാണ് എന്ന് വളരെ അസന്നിഗ്ധമായി ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഇത് കേവലം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചരിത്രകാരന് ബോധ്യപ്പെടുന്ന കാര്യമല്ല.
കേവലം ഒരു ചരിത്രം ചമയ്ക്കുന്ന ഒരാൾ മാത്രം എഴുതി വെച്ചതല്ലത്, മറിച്ച് ദൈവാത്മാവിനാൽ പ്രചോദിതമായി അനുഗ്രഹീതമായ ദൈവവചനത്തിന്റെ സത്യങ്ങളെ അതേപടി ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും വിലപ്പെട്ടത് മനുഷ്യന്റെ രക്ഷയാണ്. ആ രക്ഷാശാസ്ത്രത്തെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയ 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, അത് ദൈവം മുന്നൊരുക്കിയതാണ്, ദൈവം മനുഷ്യർക്ക് ഒരുക്കി വെച്ചതാണ്. അത് സകലർക്കുമുള്ള രക്ഷയാണ്. അത് ക്രിസ്തുവിനാൽ നൽകപ്പെട്ടതാണ്. ക്രിസ്തുവാണ് രക്ഷിതാവ്. പോകട്ടെ, അങ്ങനെ നമ്മൾ ലൂക്കോസിനെ കുറിച്ചുള്ള ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കാം. അല്ലെ, എഴുത്തുകാരനെ കുറിച്ച് പല കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹിസ്റ്റോറിയനായിട്ട് റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ ക്രിസ്ത്യാനിത്വം എന്താണെന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു നല്ല അപ്പോളജറ്റിക്കായിട്ട്, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ട്, രക്ഷാശാസ്ത്ര ഉദാഹരണമായി ഞാൻ പറഞ്ഞു, ലൂക്കോസ് ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളിനി ഈ പുസ്തകത്തിനെ കുറിച്ച് അതിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ആധുനിക സഭയ്ക്ക് ഈ പുസ്തകം എന്താണ് പ്രദാനം ചെയ്യുന്നത്. നമ്മളിന്നിത് പഠിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചെങ്കിലും പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു 10 കൂട്ടം കാര്യങ്ങൾ വേഗമൊന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ആധുനിക സഭയ്ക്ക്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്കാണ് വരുന്നത്. ഒരു പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങൾ, അതിൽ 2ാമത്തെ വോളിയമായ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന ദൂത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാൻ പറഞ്ഞു, സുവിശേഷം അത് സാർവത്രികമാണ്. അത് ഏത് കാലത്തുമുള്ള ദൈവജനത്തിനും അല്ല ലോകത്തിന് അത് ആവശ്യമാണ്. എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം ദൈവം നൽകുന്ന ദൂതാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത് ദൈവം എങ്ങനെയാണ് ചരിത്രത്തിൽ പ്രവർത്തിച്ചത്, അത് വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നത് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ പ്രാധാന്യം അത് ഒരുപക്ഷെ ലൂക്കോസ് ഇത്ര കൃത്യമായി നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്കത് ലഭിക്കാൻ വേറെ വഴികളില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നത് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ കാര്യങ്ങളെല്ലാം ദൈവം നിയന്ത്രിക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അതിലൊരു കാതലായ വാക്യമാണ്. 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കുക, എത്ര പ്രാവശ്യം വായിച്ചാലും ആ വാക്യം ആ പുസ്തകത്തിന്റെ തന്നെ ഏറ്റവും ഒരു തീം വേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. 1-8. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. കർത്താവിൻ്റെ പ്രവൃത്തി തൻ്റെ ദാസന്മാരിലൂടെ, തൻ്റെ മക്കളിലൂടെ തുടരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് ചെയ്തെടുക്കുന്ന വിധം നമ്മൾ പൊതുവിൽ ചിന്തിക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ചെറിയൊരു കൂട്ടമായി അവർ കൂടിയിരിക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകമൊക്കെ പോയി എൻ്റെ സാക്ഷികളാകണം. ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ കാര്യങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് ദൈവം നിവർത്തിച്ചതെന്ന് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിലും അതത്ര ഈസി ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. പ്രതിസന്ധികൾ ഒന്ന് മാറി അവരെ അഭിമുഖീകരിക്കാനായിട്ട് തുടങ്ങി. പരാജയങ്ങളുണ്ടാകുന്നുണ്ട്, പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട്, ചിലരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്, നോക്കുക, ഈ പ്രതിസന്ധികളെയെല്ലാം, ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അത് ഉയർച്ചയുടെ പടവുകളായി ദൈവം മാറ്റുകയാണ്. അവരെ അടുത്ത പടിയിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക്, ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി ആ പ്രതിസന്ധികളെയെല്ലാം ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, സുവിശേഷീകരണത്തിലെ ആദിമസഭ നേരിട്ട കാര്യങ്ങൾ നമ്മൾ ആ തിരുവെഴുത്ത് നിത്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായിട്ട് നമുക്കറിയാം. അപ്പോൾ പ്രതിസന്ധികളെല്ലാം ഇവിടെ ദൈവം
തൻ്റെ ഉദ്ദേശ നിവർത്തിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയുന്നതിൽ ഒരു സംശയമില്ല, ഇല്ലേ? പ്രതിസന്ധികളെല്ലാം ദൈവം വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ദൈവം ഉപയോഗിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്രം തരുന്ന സന്ദേശം അതാണ്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് സുവിശേഷീകരണ രംഗത്ത് ഇന്നും പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമുക്ക് പ്രചോദനം നൽകുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. കാരണം എന്താണ്? പ്രതിസന്ധികളും പരാജയങ്ങളെയെല്ലാം ദൈവം ഉയർച്ചയുടെ പടവുകളായി ഉപയോഗിച്ച ഒരു ചരിത്രമാണ്. അസാധ്യമെന്ന് നമ്മൾ നനച്ച പല കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്ക്, തൻ്റെ ഹിതത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ദൈവ രാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി ദൈവം അതിനെ ഉപയോഗിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി നൽകുന്ന ചരിത്രം. അങ്ങനെയാണെങ്കിൽ അതെത്ര നമുക്ക് ധൈര്യം പകരുന്നൊരു കാര്യമാണ്. ഏത് പ്രതിസന്ധികളും ദൈവം തൻ്റെ ലക്ഷ്യത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായൊരു ദൂതാണ് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് നൽകുന്നത്. അതെല്ലാ കാലത്തും നമുക്ക് അത് വാസ്തവമായൊരു കാര്യം തന്നെയാണ്. ദൈവമക്കൾ പ്രതിസന്ധിയിലൂടെ കടന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് തന്നെയല്ലേ? പ്രതിസന്ധികളെയൊക്കെ നമ്മൾ തരണം ചെയ്യുമ്പോൾ അത് നമ്മെ കുറച്ചുകൂടെ കർത്താവിനോട് അടുപ്പിക്കുകയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും അത് നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായി ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിച്ച് കർത്താവിന് ഉപകാരപ്രദമായൊരു ജീവിതത്തിനായി നമ്മെ ഒരുക്കുന്നു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. അപ്പോൾ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു, ചരിത്രങ്ങളെ നിയന്ത്രിച്ച് അത് ദൈവിക ഉദ്ദേശത്തിനായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഇത് നമുക്കിന്ന് നൽകുന്നൊരു സന്ദേശം. സുവിശേഷമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, വിവിധമായ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരോട് സുവിശേഷം പറയുന്നതിൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സുവിശേഷം എന്താണെന്നും അവർക്ക് എങ്ങനെ അത് നൽകപ്പെടണമെന്നും വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു പുതിയ സംസ്കാരത്തിലുള്ളവരോട് എങ്ങനെയാണ് സുവിശേഷം പങ്കുവെക്കേണ്ടത്, അവരോട് എങ്ങനെ അത് വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചയമായിട്ടും കാലോചിതമായി നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലും നമുക്ക് കാലോചിതമായ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ സുവിശേഷം പങ്കുവെക്കാമെന്നുള്ളതിന് തിരുവെഴുത്ത് തന്നെയാണ് നമുക്ക് ആധാരമായിരിക്കുന്നത്, അല്ലെങ്കിൽ ആധാരമാകേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇത് ഈ സുവിശേഷം ചെന്നിടത്തെല്ലാം വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന അനേകർ അതേ സുവിശേഷ നിമിത്തം ഒന്നായി ചേരുന്നൊരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിവേചനങ്ങളില്ലാതെ എങ്ങനെ, നമുക്കറിയാം പൗലോസ് ഒരു പരീശനായിരുന്നു. പത്രോസിനെ സംബന്ധിച്ച് ദൈവം അവനെ അതിനായിട്ട് എങ്ങനെ ഒരുക്കി, വ്യത്യസ്തമായ ആളുകളുടെ ഇടയിൽ എങ്ങനെ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കണം എന്നുള്ളതിന് അനുഗ്രഹീതമായ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ഇന്നും നമുക്ക് വളരെ ഉപകാരപ്രദമായ സന്ദേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമതായിട്ട് നമുക്കതിൻ്റെ 2-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ എല്ലാ കാലത്തും ഭൗതിക വസ്തുക്കളോട് ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കാലത്തും ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. മെറ്റീരിയലിസം എന്ന് പറയുന്നത് എല്ലാ കാലത്തുമുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നമ്മൾ പറയും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കൂടുതലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകുന്നു എന്ന് പറയും. എന്നാൽ എല്ലാ കാലത്തുമുണ്ട് മനുഷ്യർ ഭൗതിക കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾക്ക് ആർത്തിയോടുകൂടെ ഓടി നടക്കുന്ന മനുഷ്യനെ എല്ലാ കാലത്തും കാണാൻ സാധിക്കും. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നമുക്കുള്ള മാനദണ്ഡം എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി വാസ്തവത്തിൽ വസ്തുവകകളോട്, ഭൗതിക കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഉപദേശം നൽകുന്ന ഒരു പുസ്തകം കൂടെയാണ്. അല്ലെങ്കിൽ ആ വസ്തുവകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നുള്ളതിന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന പുസ്തകമാണ് ഏത്? അപ്പോസ്തല പ്രവൃത്തി. നമുക്കറിയാം 2-ാം അധ്യായം അതിൻ്റെ 44-45 വാക്യം, 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോമണായിട്ട് അതിൻ്റെ ചില അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ഇന്ന് ആധുനിക യുഗത്തിൽ നമുക്കിതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വസ്തുക്കളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒരുപക്ഷെ അന്നത്തെ ലോകത്തിൽ പരസ്പര കരുതുന്നതിൻ്റെ സന്ദേശം ഇല്ലേ? നമുക്കറിയാം യെരുശലേമിൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യെരുശലേമിലുള്ളവർക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ അന്ത്യോക്യ സഭയിൽ നിന്ന് അവരെന്ത് ചെയ്യുകയാണ്? അവർ
അതേ സഹായിപ്പാൻ മനസ്സോടുകൂടെ വരികയാണ്. അപ്പോൾ പരസ്പരം കരുതുന്നതിൻ്റെ ഒരു സന്ദേശം ലോകത്തിന് പ്രദാനം ചെയ്തൊരു പുസ്തകമാണ് വാസ്തവത്തിൽ ഏത് അപ്പോസ്തല പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ അങ്ങനെ വസ്തുവകളോടുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആധുനിക സഭയ്ക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂത് അതിനകത്തുണ്ട്. 5, നമ്മുടെയൊക്കെ ദൈനംദിന ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് കൂട്ടായ്മ, കൊയിനോനിയ അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്നുള്ള പദം. അതിൻ്റെ ശരിയായ അർത്ഥവും അത് എങ്ങനെ ദൈവമക്കളിൽ നിവർത്തിച്ചു എന്നുള്ളതിൻ്റെ ശരിയായൊരു ചരിത്രം നമുക്ക് ലഭിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ. എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ കൂട്ടായ്മയ്ക്ക് പോയോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പോയോ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. പ്രാർത്ഥനയും കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. പക്ഷേ കൂട്ടായ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നല്ല. പ്രാർത്ഥന അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കൊയിനോനിയ എന്നുള്ളൊരു പദം നമ്മൾ അതിൻ്റെ മൂലപദം നമ്മൾ പഠിക്കുമ്പോൾ അത് സാമൂഹികമായ, സാമ്പത്തികമായ, ഭൗതിക കാര്യങ്ങളിലുള്ള എല്ലാ കൂട്ടായ്മയും കുറിക്കുന്ന ഒരു പദമാണ്. എന്നോട് പറയാം, സാമൂഹിക, സാമ്പത്തിക, ഭൗതിക കാര്യങ്ങളിലുള്ള കൂട്ടായ്മയെ കുറിക്കുന്ന ഒരു കോമൺ പദമാണ് കൊയിനോനിയ എന്നുള്ള പദം. അതിൽ നിന്നാണ് കൂട്ടായ്മ എന്നുള്ള പദം വന്നിരിക്കുന്നത്. അപ്പം ആ കൂട്ടായ്മയുടെ ഏറ്റവും സുന്ദരമായൊരു ചരിത്രമാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടെ ലൂക്കോസ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയുന്ന നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ 100% അത് വിശ്വസിക്കുന്നവരും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ എപ്പോഴും നാം ഓർക്കേണ്ടത്, വിശ്വാസം എന്നത് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവരുടെ ഒരു സ്വകാര്യ അനുഭവമായി മാത്രം അവർ കരുതാതെ അവരെന്ത് ചെയ്യുന്നവരായിരുന്നു? അതിനെ അവരുടെ പ്രവൃത്തിയിലൂടെ, അന്യോന്യം കരുതുന്നതിലൂടെ അത് മറ്റുള്ളവരിലേക്ക് നൽകുവാൻ അവർ പരിശ്രമിച്ചൊരു കൂട്ടമായിട്ടാണ് ദൈവമക്കളെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിശ്ചയമായിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസം നമ്മൾ 100% നമ്മളത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ കേവലം ഒരു സ്വകാര്യ അനുഭവമായി മാത്രം അത് തീരാതെ അന്യോന്യം കരുതലിൽ കൂടെ അത് പ്രകടമാക്കേണ്ടതാണ് എന്നാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ യാക്കോബിൻ്റെ ലേഖനോട് ചേർത്ത് നമ്മൾ പഠിച്ചാൽ പ്രവൃത്തിയിൽ കൂടെയാണ് ആ അന്യോന്യമുള്ള കൂട്ടായ്മ യാഥാർത്ഥ്യമായി തീരേണ്ടതെന്ന് നമുക്ക് ഈ പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുവാൻ കഴിയും. 1-ാം അധ്യായം 14-ാം വാക്യം, 2-ാം അധ്യായത്തിലെ 4-ാം അധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ ഒരുമനപ്പെട്ട് ഏകമനസ്സോടെ എന്നുള്ള പദങ്ങൾ ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെയെല്ലാം ആ കൂട്ടായ്മയുടെ മാധുര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ആ വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കാം എന്ന് വിശ്വസിക്കുന്നു. നോക്കുക, 5-ാമത്തെ കാര്യം കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വീണ്ടും സുവിശേഷത്തിൻ്റെ സ്വാധീനം നമുക്കറിയാം. അന്ന് ജീവിച്ചിരുന്ന ഏതെല്ലാം നിലയിലൊക്കെയാണ്, എങ്ങനെയാണ് സുവിശേഷം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പല വ്യക്തികളെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ ഒരു വ്യക്തിയെ സുവിശേഷം സ്വാധീനിക്കുന്നു? ഇന്ന് നമുക്കറിയാം, പല നിലയിലുള്ള വ്യക്തികളെയും സമൂഹത്തെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും. നല്ലൊരു ഉദാഹരണം നമ്മൾ പറയാറുള്ളത് ശൗലിനെ കുറിച്ച് തന്നെയാണ്. ഒരു കാലത്ത് ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? രൂപാന്തരപ്പെടുത്തിയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ശൗലിനെ ബർന്നബാസും അനന്യാസും ഒക്കെ ചെന്ന് സന്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായൊരു കാര്യം, അവിടെ നമ്മൾ കാണുന്നത് ആ പഴയ ശൗല് ഒരു പരീശനായിരുന്നു. എന്നാൽ ആ പഴയ കാര്യങ്ങളുടെ വെളിച്ചത്തിലല്ല ആ ശൗലിനെ അവർ പിന്നീട് കാണുന്നത്. നമ്മൾ ആ വേദഭാഗങ്ങളൊക്കെ വായിച്ചു വരും, 13-ാം അധ്യായത്തിലൊക്കെ വായിച്ചു വരുമ്പോൾ പൗലോസും ബർന്നബാസും തമ്മിലൊക്കെയുള്ള അവരുടെ ബന്ധം, അല്ലെങ്കിൽ ആദ്യം ബർന്നബാസ് പിന്നീട് വന്ന് കൂട്ടായ്മയുടെ വലങ്കരമൊക്കെ കൊടുക്കുമ്പോൾ ആ പഴമയുടെ ആ പഴയ കാര്യങ്ങളുടെ വെളിച്ചത്തിലല്ല ശൗലിനെ അവർ അളക്കുന്നത്. മറിച്ച് മാനസാന്തരപ്പെട്ട ഒരാൾ, സുവിശേഷത്താൽ മാനസാന്തരപ്പെട്ട ഒരാളെ പൂർണ്ണ മനസ്സോടെ കൈക്കൊള്ളുന്ന ബർന്നബാസിനെയും പിന്നീട് അനന്യാസിനെയും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സുവിശേഷം ഒരു മനുഷ്യനെ വരുത്തുന്ന വ്യത്യാസം, ആ സ്വാധീനം എന്ത് വലുതാണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമാക്കണം. അത് ഇങ്ങനെ മാനസാന്തരപ്പെട്ടു വരുന്ന വ്യക്തികളിൽ മാത്രമല്ല. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ 1-ാമത്തെ മിഷണറി യാത്രയിൽ വാസ്തവത്തിൽ ബർന്നബാസാണ് ഒന്നാമത് നിൽക്കുന്നത്. ബർന്നബാസാണ് ഫസ്റ്റ് പേഴ്സണായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ബർന്നബാസാണ് ശുശ്രൂഷയ്ക്ക് വലങ്കര കൊടുത്ത് ശൗലിനെ മുമ്പോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ ആർക്കാണ് പ്രാധാന്യം? അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത് നിൽക്കുന്ന ആരാണ്? ബർന്നബാസാണ്.
എന്നാൽ നമ്മൾ ആ അധ്യായങ്ങൾ പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ 13-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 13-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, 13-ാം അധ്യായത്തിന്റെ ഒടുവിലേക്കും 15-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് ആ സ്ഥാനത്തേക്ക് വരികയാണ്. പൗലോസ് ആരാവുന്നു? ബർന്നബാസിനേക്കാൾ മുമ്പിൽ വരികയാണ്. നിങ്ങൾ നോക്കിയേ, ബർന്നബാസ് പിന്നെ ആ ഒരു ലെവലിലൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നുള്ള അധ്യായങ്ങൾ മുഴുവനും ആരെയാ കാണുന്നേ? പൗലോസിനെ കാണുന്നത്. ഒരു വാക്കിൽ പറഞ്ഞാൽ, ഒരു കാലത്ത് കൈപിടിച്ചുകൊണ്ട് വന്ന ബർന്നബാസ് കുറച്ച് കഴിയുമ്പോൾ കളം വിടുകയാണ്, അല്ലെങ്കിൽ പിന്നെ പിക്ചറിലൊന്നും കാണുന്നില്ല. പിന്നെ ആരെയാ കാണുന്നേ? പൗലോസിനെ കാണുന്നേ. പൗലോസാണ് ഒടുവിലുള്ള അധ്യായം വരെയും പിന്നെ ഒരു മെയിൻ ഫിഗറായിട്ട് നമ്മൾ കാണുന്നത്. ചിന്തകന്മാർ പറയുന്നത് ഇവിടെ ഒന്നും ബർന്നബാസ് പിറുപിറുക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യന് വരുത്തുന്ന രൂപാന്തരം, അത് പുറമേ ഉള്ളവരുടെ ഇടയിൽ മാത്രമല്ല. നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ കോളത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിയും ഒക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമാണ് നോക്കിയേ, ഒരു മനുഷ്യന് വരുത്തുന്ന രൂപാന്തരം. അപ്പം ബർന്നബാസിനെ സംബന്ധിച്ച് തനിക്കതിൽ പിറുപിറുക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റുന്നു. അതിൽ ബർന്നബാസ് ഒരു നല്ല മാതൃകയാണ്. പലപ്പോഴും നമ്മൾ ബർന്നബാസിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. മറ്റൊരു സംഭവം എടുത്തു പറയുന്ന ഈ വ്യക്തികളിൽ വരുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമ്മൾ ആ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ആ വ്യക്തികളിലേക്കെല്ലാം വരുന്നുണ്ട്. മർക്കോസിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒന്നാമത്തെ മിഷണറി ജേർണിയിൽ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മർക്കോസ് എന്ത് ചെയ്ത്? ആ ഗ്രൂപ്പിനെ വിട്ടുപോയി. നമുക്കറിയാം, വീണ്ടും ഒരവസരം മർക്കോസിന് നൽകുന്നുണ്ട്, ഇല്ലേ? അത് അനുകരണീയമായ ഒരു മാതൃകയായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയാറുള്ളത്. സാധാരണ ഒന്ന് വിട്ടുകളഞ്ഞാൽ പിന്നെ, ഇല്ലേ, മനുഷ്യ സഹജമാണ് പലപ്പോഴും ആ വെറുപ്പ് സൂക്ഷിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട, നയിക്കപ്പെട്ട ആ കൂട്ടായ്മ അനുഭവിച്ച ദൈവമക്കളുടെ ഇടയിൽ ദൈവവചനം വരുത്തിയ സ്വാധീനം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മാനസാന്തരപ്പെട്ട ഒരു പാപിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്വാധീനം എന്താണ്? ഇനിയും ദൈവമക്കളുടെ ഇടയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ, അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയില്ലാതെ അതേ ഒന്നിച്ച് മുന്നേറുന്നൊരു കൂട്ടം. മൂന്നാമതായി നമ്മൾ കാണുന്നത് മർക്കോസ്, അവൻ പിന്തിരിഞ്ഞു പോയവനാണെങ്കിലും മടങ്ങി വന്നപ്പോൾ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന, വീണ്ടും ഒരു അവസരം നൽകാൻ ഒരുങ്ങുന്ന ദൈവസഭ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ ആധുനിക സഭയ്ക്ക് അനവധിയായ കാര്യങ്ങൾ നൽകുന്ന സന്ദേശങ്ങളാണ്. 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്ന് വ്യക്തമാക്കുന്നൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. നമ്മളിനിയും അതിൻ്റെ ആത്മീയ വശങ്ങളിലേക്ക് വരികയാണല്ലേ. പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായ ഒരു പല കാര്യങ്ങൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അതിൻ്റെ ആരംഭം തൊട്ട് വായിച്ചു വന്നാൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്. അത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, എല്ലാ ജീവിത രംഗങ്ങളിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം. നമുക്കറിയാം, ദൈവനാമത്തിനെതിരെ അല്ലെങ്കിൽ സുവിശേഷത്തിനെതിരെ സംഘടിതമായ എതിർപ്പുകൾ വന്നപ്പോൾ അവരുപയോഗിച്ച ആയുധം എന്താണ്? പ്രാർത്ഥനയായിരുന്നു, ഇല്ലേ? പ്രാർത്ഥനയായിരുന്നു. വാക്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പിന്നീട് അവസരം ഉണ്ടാകുമ്പോൾ. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അവരുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു. അവരെ തർജ്ജനം ചെയ്ത് മേലാൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് വായിക്കുന്നത്. ദൈവമക്കളെ ഏത് കാലഘട്ടത്തും ജീവിച്ചിരിക്കുന്ന ദൈവസഭയ്ക്കുള്ള ഒരു ദൂതല്ലേ അത്? നമുക്കൊരു ആമേൻ പറയാൻ പറ്റുമോ? അത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്കറിയാം, അത് പല നിലകളിൽ ഒരുപക്ഷെ നമുക്ക് ലഭ്യമായ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ദൈവവചനത്തെ നമ്മൾ ആത്യന്തികമായ അല്ലെങ്കിൽ നമ്മോടുള്ള ദൈവിക സന്ദേശമായി നമ്മൾ കരുതുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആയുധവും പ്രാർത്ഥന തന്നെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി പ്രശ്നങ്ങൾ അഭിമുഖീകരിപ്പാൻ ആധുനിക സഭ തയ്യാറാകണം. അതൊരു വലിയ സന്ദേശമാണ് അപ്പോസ്തല പ്രവൃത്തി നൽകുന്നത്. 8-ാമത്തെ കാര്യം നോക്കിയാട്ടെ. നമ്മൾ ആ ഭാഗം പഠിച്ചു വരുമ്പോൾ കോമണായിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൻ വെളിപ്പെട്ട ആ സുവിശേഷം, ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
ലോകത്തിന് വിളംബരം ചെയ്യുന്നതാണല്ലോ സുവിശേഷ വേല. അതെങ്ങനെ ഫലകരമായി നിറവേറ്റാം, സുവിശേഷ വേല എങ്ങനെ ഫലകരമായി നിറവേറ്റാം, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്. അത് നമുക്കിതിലുടനീളം കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയരായി പ്രവർത്തിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസിന്, ആലോചനയ്ക്ക് നമ്മൾ വിധേയരായാൽ അതിൻ്റെ ഫലം എത്ര അത്ഭുതകരമായിരിക്കുമെന്ന് സജീവമായി നമ്മോട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഫലം എത്ര അത്ഭുതകരമായിരിക്കും. ഉടനീളം നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ ഉടനീളം മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യ സഹജമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എന്നാൽ അവയെ നമ്മൾ അവിടെ പരിഹാരം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടുന്നത്, ആ എങ്ങനെയായിരിക്കണം, അതാണ് പ്രാധാന്യമുള്ളത്. എല്ലാ കാലത്തും മനുഷ്യൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വളരെ പ്രാധാന്യം. എങ്ങനെ നമ്മളതിനെ കൈകാര്യം ചെയ്യണം, അതിന് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പുസ്തകമാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി. ഞാൻ മുമ്പേ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കും ദൈവഹിതത്തിനും നമ്മളെ വിധേയപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും നമുക്കും ഈ പുസ്തകം ഒരു മാർഗനിർദ്ദേശം തന്നെയാണ് എന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയോടെ പ്രശ്നപരിഹാരങ്ങൾ, പ്രാർത്ഥനയോടെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ അവയെ കൈകാര്യം ചെയ്യുന്ന വിധമാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിലൂടെ വിസ്മരിക്കട്ടെ. നമുക്ക് ഈ പുസ്തകങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും സഭാജീവിതത്തിലായിരുന്നാലും ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്നതിലായിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ, 10 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ആധുനിക സഭയ്ക്ക് ഈ പുസ്തകം നൽകുന്ന ദൂതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ പുസ്തകം നമുക്ക് ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. കാലം എത്ര കഴിഞ്ഞു പോയാലും, ആകാശവും ഭൂമി മാറിപ്പോയാലും അതിൻ്റെ വചനങ്ങൾക്ക് നീക്കമില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഭരണങ്ങൾ മാറും, അധികാരങ്ങൾ മാറും, വാഴ്ചകൾ മാറും, അതേ ശാസ്ത്രങ്ങൾ മാറും, കണ്ടുപിടുത്തങ്ങൾ മാറി മറിഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് മാറ്റമില്ല. ആ സത്യങ്ങളെ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി സമൂഹത്തിൽ നിലകൊള്ളുവാൻ ദൈവകരങ്ങൾ നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ഉള്ളുകളെ തുറന്ന് തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തരായി നിലകൊള്ളുവാൻ, പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ, അത് വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും, അത് നാം ജീവിക്കുന്ന ലോകത്തോട് ഉള്ള ബന്ധത്തിലായിരുന്നാലും, സുവിശേഷത്തോടുള്ള ബന്ധത്തിലായിരുന്നാലും, എതിർപ്പുകളും പ്രതിസന്ധികളും ഇല്ലാത്തിടത്തല്ല സുവിശേഷം വളർന്നു വന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം എന്തെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമ്മെ വിളിച്ച് അറിയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. സംഘടിതമായ എതിർപ്പുകൾ വന്നപ്പോൾ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, അതേ സ്തോത്രം, ഇനിയും യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പോലും പറഞ്ഞവരെ തർജ്ജനം ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ സഭ അതിനെ എങ്ങനെ നേരിട്ടു എന്ന് വ്യക്തമാക്കുന്ന ഈ തിരുവഴുത്തിൻ്റെ ഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിലെ നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ നമുക്കും അത് വളരെ പ്രചോദനം നൽകുന്ന ആത്മീയ ദൂതുകളായി മാറേണ്ടതിന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാം. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊരാളെ ചുരുക്കമായി പ്രാർത്ഥിച്ചു.